നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ ടീമും മാധ്യമങ്ങളെ കാണുകയാണ്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, മിസ്റ്റർ പ്രസിഡന്റ്, താങ്കൾ പറഞ്ഞുവല്ലോ താങ്കൾ അധികാരത്തിലിരിക്കുന്ന കാലം ഒരിക്കലും ഇറാന് ആണവായുധം കിട്ടുകയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഒരിക്കലും തായ്വാനെ ചൈന ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചെടുക്കില്ല എന്നുകൂടി താങ്കൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് കൂടി താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ മറുപടി, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം ഞാൻ ആ ഒരു പ്രശ്നത്തിൽ കൊണ്ടുവന്ന് തലയിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. അതിന്റെ കാരണം കഴിഞ്ഞ ടേമിൽ ട്രംപ് ഈ തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ ഒരിക്കലും അമേരിക്ക അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീര സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തിയ ആളാണ്. മാത്രമല്ല അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ തായ്വാന്റെ അടുത്തേക്ക് അയച്ചുകൊണ്ട് അന്ന് ചൈനയെ വിരട്ടുകയും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തായ്വാന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്ന ട്രംപ് ഇപ്പോൾ തന്റെ നിലപാട് മാറ്റി പറയുന്നു എന്ന് പറയുമ്പോൾ ട്രംപ് അനുവാദം കൊടുത്തിരിക്കുന്ന പോലെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ചൈന പിടിച്ചെടുക്കുകയാണെങ്കിൽ പിടിച്ചെടുത്തോട്ടെ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് വളരെയധികം ഉൾട്ടയടിച്ച് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് എനിക്ക് ഷിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയിൽ ചൈനീസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അമേരിക്കയിൽ വരട്ടെ, അവർ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അങ്ങനെ അവർ ഇവിടെ വരുന്നതിലൂടെ നമുക്കും ബെനിഫിറ്റ് ഉണ്ടാകും, അവർക്കും ബെനിഫിറ്റ് ഉണ്ടാകും, നമ്മളെ മുതലെടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തായ്വാന്റെ വിഷയത്തിലൊന്നും ഞാൻ ചൈനയെ പിണക്കാൻ പോകുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. യു എസിനെ ഇനിയുള്ള കാലത്ത് ഒരു രാജ്യത്തിനും വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ സഖ്യ രാജ്യങ്ങൾക്ക് പോലും, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. ഇപ്പോൾ ആ ഒരു നിലയിലേക്ക് തായ്വാൻ എത്തിയിരിക്കുകയാണ്. തായ്വാനിൽ ഇത് ഭയങ്കരമായിട്ട് ഭീതി പടർത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം തായ്വാൻ വിശ്വസിച്ചത് ചൈന തങ്ങളെ പിടിച്ചെടുക്കാൻ വരികയാണെങ്കിൽ രക്ഷകരായിട്ട് അമേരിക്ക വരുമെന്നാണ്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. പറയുമ്പോൾ നമ്മൾ രണ്ടും പറയണം. ഒന്ന്, ചിലപ്പോൾ ട്രംപ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ ചൈനയുമായിട്ടുള്ള ഒരു റിലേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് മോശമാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. രണ്ട്, ചിലപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ ഒരു പ്രശ്നമായിരിക്കില്ല. കാരണം തായ്വാൻ ചൈന പിടിച്ചാൽ എനിക്കെന്ത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ട്രംപിന്റെ ഒരു പുതിയൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് യു എസിന്റെ കാര്യങ്ങൾ മാത്രം, എന്ന് വെച്ചാൽ സ്വാർത്ഥതയുടെ അങ്ങേയറ്റം എന്ന നിലയിലേക്ക് ട്രംപ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ യുക്രൈനോട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലെ റെയർ ആയിട്ടുള്ള മിനറൽസ് തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ആ തരത്തിൽ എന്തെങ്കിലും ഇങ്ങോട്ട് ഗുണമുണ്ടെങ്കിലേ അങ്ങോട്ടും ഉണ്ടാകൂ. ഇനി അല്ലാതെ ഒരു ഫേവറും അമേരിക്കയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു പോളിസിയിലേക്ക് ട്രംപ് മാറുകയാണ്. തൽക്കാലം ട്രംപിന് ഇത് കയ്യടിയൊക്കെ കിട്ടും. തൽക്കാലം ട്രംപിന്റെ പോളിസി കൊണ്ട് അമേരിക്കയ്ക്ക് ഗുണങ്ങളും ഉണ്ടാകും. പക്ഷേ അതിന്റെ ഫ്യൂച്ചർ ഒട്ടും ശോഭനീയമല്ല അമേരിക്കയെ സംബന്ധിച്ച്. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ആധിപത്യം ഉറപ്പിച്ചത് പണം എറിഞ്ഞു തന്നെയാണ്. പൈസ ചിലവാക്കിക്കൊണ്ടാണ് ലോകത്ത് കൂടുതൽ രാജ്യങ്ങളെ കൂടെ നിർത്തിയതും കൂടുതൽ രാജ്യങ്ങളെ തകർത്തതും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചതുമൊക്കെ. ഇന്നിപ്പോ അമേരിക്ക പൈസ ചെലവാക്കാൻ മടിക്കുകയാണ്. ഇതിലൂടെ അമേരിക്കയോട് പല രാജ്യങ്ങൾക്കുമുള്ള വിധേയത്വം ഇല്ലാതാകും. ഇപ്പൊ തായ്വാന് ഈ ഒരു വിഷയത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തായ്വാൻ മാധ്യമങ്ങൾ. അതിൽ വരുന്ന കമന്റ്സ് കണ്ടാൽ തന്നെ അറിയാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇനി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ വഴി നോക്കില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ഷി ജിൻപിങ്ങിന് നമ്മുടെ രാജ്യത്തെ വിൽക്കാനും മടിക്കില്ല എന്നാണ് തായ്വാനിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നത്. സത്യത്തിൽ നമ്മളെപ്പോലെ വളർന്നു വരുന്ന ചെറിയ രാജ്യങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ട്രംപിന്റെ പല മണ്ടൻ തീരുമാനങ്ങളും കാരണം കിട്ടാൻ പോകുന്നത്. അത് നമുക്ക് വഴിയെ സംസാരിക്കാം. അപ്പൊ ഇനി ഒരു രക്ഷകന്റെ റോളിൽ അമേരിക്ക വരില്ല എന്ന് തന്നെയാണ് തെളിയുന്നത്. അതായത് ഇന്ത്യൻ ആയുധങ്ങൾ എന്തുകൊണ്ട് ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ചിലപ്പോൾ തായ്വാൻ പോലും പ്രിഫർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, തായ്വാന് ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഇന്ത്യൻ ആയുധങ്ങൾ, പക്ഷെ വാങ്ങാൻ കുറെ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ നിൽക്കുന്നത്. അവരുടെ മാധ്യമങ്ങളൊക്കെ ഇന്ത്യൻ ആയുധങ്ങളെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് പറയാറ് എപ്പോഴും. അത് ആകാശ് മിസൈൽ ആണെങ്കിലും പിനാക്ക സിസ്റ്റം ആണെങ്കിലും ബ്രഹ്മോസ് ആണെങ്കിലും ഒക്കെ. അപ്പം എന്തുകൊണ്ട് യു എസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ F-16 ഇരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഭീഷണിയിലാണ്. കാരണം നാളെ ഇപ്പോൾ ഉദാഹരണത്തിന് തായ്വാനികൾ പറയുന്നത് പോലെ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു, നിങ്ങൾ തായ്വാനെ എടുത്തോ, ഞാൻ ഇപ്പുറത്ത് ഇതങ്ങ് എടുക്കും എന്നുള്ള രീതിയിൽ ഒരു ധാരണ എത്തുകയാണ്. ഇതാരും അറിയുകയുമില്ല. അപ്പോൾ ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ പോകുമ്പോൾ അമേരിക്ക സഹായിക്കാൻ പോവില്ല. അമേരിക്ക സഹായിക്കാൻ പോയില്ലെങ്കിൽ സഖ്യരാജ്യങ്ങളും മിണ്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് തായ്വാൻ അവരുടേതായ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് F-16 പോയി ഓണാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സംഗതി ഓണാവില്ല, കാരണം കില്ലർ സ്വിച്ച് അങ്ങ് അമേരിക്കയുടെയിലാണല്ലോ. അപ്പോൾ കീഴടങ്ങി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. US ആയുധങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
ഇനിയുള്ള കാലത്ത് US എന്ന് പറയുന്ന രാജ്യത്തെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 4 വർഷം ട്രംപ് ഭരിക്കുമ്പോൾ ഒരു പോളിസി, അടുത്ത് ഡെമോക്രാറ്റുകൾ വരുമ്പോൾ വേറെ പോളിസി, ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമായിട്ട് US മാറുകയാണ്. ഇത് USന്റെ പതനത്തിന്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം USന്റെ ആധിപത്യം ആഗോള തലത്തിൽ ഇല്ലാതാകാൻ പോവുകയാണ്. കാരണം ഇത്രയും കാലം US ഒരു ജനാധിപത്യ രാജ്യമായിരുന്നിട്ടും ശക്തമായി നിന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് മാറിയാലും ആര് അധികാരത്തിൽ വന്നാലും ഇവര് ഫോളോ ചെയ്യുന്ന ചില ബേസിക് പോളിസീസ് ഉണ്ട്, പ്രത്യേകിച്ച് ഫോറിൻ പോളിസി. ഈ പോളിസിയിൽ വലിയൊരു ചേഞ്ച് US വന്നിരിക്കുകയാണ്. 2 പവർ ഹൗസ് US രൂപപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റ്, മറ്റൊന്ന് റിപ്പബ്ലിക്കുകളെ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്ന മസ്കിൻ്റെതായ സ്വന്തം ഡീപ് സ്റ്റേറ്റ്. അപ്പൊ ഇത് 2 പവർ ഹൗസുകളും തമ്മിലുള്ള ബലാബലത്തിനിടയിൽ US വലിയ പ്രതിസന്ധിയെ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ ഐക്യത്തോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾക്ക് മുന്നോട്ട് വരാം. അതിലൊരു രാജ്യമാണ് ചൈന. നമ്മൾ നിസ്സാരമായി എഴുതി തള്ളേണ്ട, ചിലപ്പോൾ തുർക്കി പോലും ഒരു പവർഫുൾ രാജ്യമായിട്ട് ഉയർന്നു വന്നേക്കാം. ഫ്രാൻസ് USന്റെ ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് കൂടുതൽ പവർഫുൾ ആയിട്ട് ഉയർന്നു വന്നേക്കാം. ജർമ്മനി ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട്. ജപ്പാൻ ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട്. ഇന്ത്യ തീർച്ചയായിട്ടും ഒരു മേജർ റോള് ഭാവിയിൽ വഹിക്കാൻ പോകുന്ന ഒരു രാജ്യമായിരിക്കും. അപ്പോൾ US സ്വയം അവരുടെ ശക്തി ഇല്ലാതാക്കിയാണ്. ഇത്രയും കാലം പണം ഉപയോഗിച്ചുകൊണ്ടാണ് US ലോകത്തെ അടക്കി നിർത്തിയിരുന്നത്. ഇനി അവരുടെ ഹാർഡ് പവർ യൂസ് ചെയ്യാൻ പോവുകയാണ്. അതായത് അവരുടെ സൈനിക ശേഷിയും ഭീഷണിയുടെ സ്വരം, ഈ ഭീഷണിയുടെ സ്വരം കൊണ്ട് സഖ്യരാജ്യങ്ങളെ ഒരുപാട് കാലം കൂടെ നിർത്താൻ പറ്റില്ല. ഒരു ഘട്ടത്തിൽ എല്ലാവരും കൂടെ എടുത്തിട്ട് പണിയും. ആ പണി എന്ന് പറയുന്നത് ആക്രമിക്കുമെന്നുള്ള രീതിയിലല്ല. US ഒന്നും അല്ലാതായി പോകും. അവരുടെ സ്ട്രെങ്ത്, അവരുടെ സ്വാധീനം എല്ലാം നഷ്ടമാകും. രാജ്യങ്ങൾ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നിർബന്ധിതമാകും. ഇത്രയും കാലം USനെ മാത്രം ആശ്രയിച്ചു നിന്നിരുന്ന തായ്വാൻ ഇനി കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിയുകയാണ്. അപ്പൊ ഇവിടെയാണ് USന്റെ അവർ നിൽക്കുന്ന അടിത്തറ ഇല്ലാതാകാൻ പോകുന്നത്. ഇപ്പൊ ട്രംപ് ചെയ്യുന്നത് താൽക്കാലികമായ നേട്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും ലോക പോലീസ് എന്ന നിലയിലുള്ള അമേരിക്കയുടെ സ്വാധീനത്തെ ഇത് കുറയ്ക്കാൻ മാത്രമേ ഭാവിയിൽ കാരണമാകുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.